ഹിസ്ബുള്ളയ്ക്കെതിരെ സമ്പൂർണ്ണ യുദ്ധപ്രഖ്യാപനം നടത്തി ഇസ്രായേൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുള്ള ഏജന്റുമാരുടെ പേജർ സ്ഫോടനങ്ങളും വോക്കി ടോക്കി സ്ഫോടനങ്ങളും നടന്നതിന് പിന്നാലെയാണ് അതിരൂക്ഷമായ ആക്രമണം ലെബനനുള്ളിൽ ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾ നടത്തിയിരിക്കുന്നത്. 100 ഇടങ്ങളിലാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ഒരേ സമയം ആക്രമണം നടത്തിയത്. ഹിസ്ബുള്ളയുടെ 100 റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ ആക്രമണത്തിൽ തകർത്തതായി IDF വ്യക്തമാക്കുന്നു. ഇസ്രായേലിലേക്ക് തൊടുക്കാനായി തയ്യാറാക്കി വച്ചിരുന്ന 1000 റോക്കറ്റുകളെ നിർവീര്യമാക്കിയെന്നാണ് IDF ഇപ്പോൾ അവകാശപ്പെടുന്നത്. സമീപ ദിവസങ്ങളിലെ ഏറ്റവും രൂക്ഷമായ വ്യോമാക്രമണമാണ് ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ലെബനനിൽ നടത്തിയത്. പേജർ സ്ഫോടനങ്ങളിലൂടെ വോക്കി ടോക്കി സ്ഫോടനങ്ങളിലൂടെ ആകെ അമ്പരന്ന് അന്തം വിട്ടിരിക്കുകയാണ് ഹിസ്ബുള്ള. ഏത് നിമിഷവും എവിടെയൊക്കെ എന്തൊക്കെയും പൊട്ടിത്തെറിക്കാമെന്ന സാഹചര്യമാണ് ഇപ്പോൾ ലെബനനിലുള്ളത്. ആദ്യ ദിവസം പേജർ പൊട്ടിത്തെറിച്ച് മരണപ്പെട്ട 4 പേരുടെ ശവസംസ്കാര ചടങ്ങുകൾ ബെയ്റൂട്ടിലെ ഒരു തെരുവിൽ നടക്കുന്നതിനിടയിലാണ് വോക്കി ടോക്കി പൊട്ടിത്തെറിച്ച് നിരവധി പേർ കൊല്ലപ്പെട്ടത്. നടു റോഡിൽ വോക്കി ടോക്കിയുമായി നടക്കുന്നതിനിടെ ഹിസ്ബുള്ള ഏജന്റുമാർ സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നു. അപ്പോൾ ഏറ്റവും രൂക്ഷമായ ആക്രമണം ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മാനസികമായി ഹിസ്ബുള്ളയെ തകർത്തിരിക്കുന്നു. ഭയം ഹിസ്ബുള്ള തീവ്രവാദികൾക്കിടയിലേക്ക് കുത്തിനിറയ്ക്കാൻ ഇസ്രായേലി സേനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ തുറന്ന യുദ്ധം, ശക്തമായ വ്യോമാക്രമണം ഇസ്രായേൽ വീണ്ടും നടത്തുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആയുധ സംഭരണശാലകൾ, ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ, ഹിസ്ബുള്ളയുടെ തന്ത്രപ്രധാനമായ കമാൻഡിംഗ് സെന്ററുകൾ, ഹിസ്ബുള്ള തീവ്രവാദികൾ താമസിക്കുന്ന കെട്ടിടങ്ങളടക്കം 100 കണക്കിന് ഇടങ്ങളിലാണ് അതിരൂക്ഷമായ ആക്രമണം ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. സമീപ ദിവസങ്ങൾ നടന്നതിൽ ഏറ്റവും ശക്തമായ വ്യോമാക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയെന്ന് ഇസ്രായേൽ സേന തന്നെ വ്യക്തമാക്കുന്നു. ഹിസ്ബുള്ളയ്ക്ക് വമ്പൻ തിരിച്ചടി തന്നെ ഇസ്രായേൽ സേന നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങളൊക്കെ തന്നെ വ്യോമാക്രമണത്തിലൂടെ നശിപ്പിക്കുന്നു. ഒരേ സമയം ഹിസ്ബുള്ളയെ മാനസികമായി തകർക്കുന്നു, അതേസമയം തന്നെ ഹിസ്ബുള്ളയുടെ ആയുധശേഷി ഇല്ലാതാക്കുന്നു. ഇറാനുമായുള്ള ബന്ധം പൂർണ്ണമായും ഹിസ്ബുള്ളയ്ക്ക് വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയാണ്. കാരണം ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ആശയവിനിമയ സംവിധാനവും ഉപയോഗിക്കാൻ ഹിസ്ബുള്ള ഭീകരവാദികൾക്ക് ഭയമാണ്. ഏത് നിമിഷം വേണോ എന്ത് വേണോ പൊട്ടിത്തെറിക്കാവുന്ന സാഹചര്യം. ആ അവസ്ഥ മുതലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കരയുദ്ധത്തിന് കൂടി ഇസ്രായേൽ തയ്യാറെടുക്കുന്നത്. ഇസ്രായേലിൻ്റെ സൈന്യത്തോട് ലെബനീസ് അതിർത്തിയിലേക്ക്, അതായത് വടക്കൻ ഇസ്രായേലിൻ്റെ മേഖലയിലേക്ക് നീങ്ങാൻ ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും ഉത്തരവിട്ട് കഴിഞ്ഞിരിക്കുന്നു. വമ്പൻ സൈനിക വിന്യാസമാണ് ഇപ്പോൾ വടക്കൻ ഇസ്രായേലിൻ്റെ മേഖലകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ജനങ്ങളോട് പരിഭ്രാന്തരാകേണ്ടെന്നും കരുതിയിരിക്കാനുമുള്ള നിർദ്ദേശം ഇസ്രായേൽ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. വടക്കൻ ഇസ്രായേൽ മേഖലയിലുള്ള ജനങ്ങളോട് ബോംബിംഗ് ഷെൽട്ടറുകളുടെ സമീപത്തേക്ക് തങ്ങാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ IDF നൽകിയിരിക്കുന്നത്. ഒത്തുകൂടലുകൾ ഒഴിവാക്കണം, അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം, പരമാവധി വീടിന് പുറത്തിറങ്ങാതിരിക്കണം, ബോംബിംഗ് ഷെൽട്ടറുകൾക്ക് സമീപം കരുതലോടെ ഇരിക്കണമെന്ന് ഇസ്രായേലി സേന പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഇസ്രായേലി സേന നൽകുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, എന്തോ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനുള്ള ഉദ്ദേശമാണ് ഇസ്രായേലിൻ്റേത്. ഒരു വമ്പൻ യുദ്ധത്തിനുള്ള സാഹചര്യങ്ങളെല്ലാം ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഒരുങ്ങിയിരിക്കുന്നു. ഇസ്രായേൽ വമ്പൻ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. വടക്കൻ മേഖല ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം ഏത് നിമിഷവും ഉണ്ടാകാം എന്ന കരുതലുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ വടക്കൻ കമാൻഡർ ചീഫ് ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ലെബനൻ അതിർത്തിയിലുള്ള സിവിലിയൻസിനോട് ഒഴിഞ്ഞു പോകാൻ 6-8 കിലോമീറ്ററുകൾ ഉള്ളിലേക്ക് ഒഴിഞ്ഞു മാറാനുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. പിന്നീട് ഈ നിർദ്ദേശം IDF തന്നെ പിൻവലിക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം വരെ ലെബനുമായുള്ള ഒരു തുറന്ന യുദ്ധത്തിനെ എതിർത്തിരുന്ന യോവ് ഗാലന്റ് കഴിഞ്ഞ ദിവസമാണ് യുദ്ധത്തിൻ്റെ സാഹചര്യമുണ്ട് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവുമായി യുദ്ധകാര്യത്തിലുണ്ടായിരുന്ന വിയോജിപ്പ് മാറ്റിവെച്ചുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിന് പൂർണ്ണമായ പിന്തുണ യോവ് ഗാലന്റ് നൽകിയിരിക്കുന്നു. എന്തായാലും ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ സൈനിക കരുത്ത് ലോകം തന്നെ തിരിച്ചറിയുന്ന ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ.
ഹമാസിനുള്ളിലെ പേജർ സ്ഫോടനങ്ങൾ, ഹമാസിൻ്റെ ഭീകരന്മാർ ഉപയോഗിച്ചിരുന്ന വയർലെസ് പൊട്ടിത്തെറിക്കുന്നു, സാറ്റലൈറ്റ് ഫോണുകൾ പൊട്ടിത്തെറിക്കുന്നു, സോളാർ സിസ്റ്റം പൊട്ടിത്തെറിക്കുന്നു, എന്തിനേറെ പറയുന്നു വീടുകളിലുള്ള ഫ്രിഡ്ജും ടിവിയും വരെ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് ഇടയിൽ ഉണ്ടായിരിക്കുന്നു. ലെബനീസ് ജനത പരിഭ്രാന്തരാണ്. തെരുവുകളിൽ ഏത് നിമിഷവും സ്ഫോടനങ്ങൾ ഉണ്ടാകാം. ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയ്ക്ക് വളരാൻ വളവും നൽകിയ ലെബനീസ് ഭരണകൂടം ഇപ്പോൾ അതിനോർത്ത് പരിതപിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഉണ്ടായിരിക്കുന്നത്.